ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആനുവൽ എക്സാമൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ആക്ടിവിറ്റി 1. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റീഡിങ് കംപ്രഹെൻഷൻ. അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് നല്ലപോലെ വായിച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, read the paragraph clearly and answer the following questions. എന്ത് ചെയ്യണം? നമ്മൾ ഈ പാരഗ്രാഫ് നന്നായി വായിക്കണം, എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് രമേശ്. ഓക്കെ, നമുക്ക് വായിക്കാം. രമേശ് വാസ് എ പുവർ ആർട്ടിസ്റ്റ് who lived in a small village surrounded by lush green forests and winding rivers. അപ്പോൾ രമേശിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രമേശ് എന്താണ്? ഒരു പാവപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. ഒരു ചെറിയ ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. അതിൻ്റെ ചുറ്റും ഗ്രീൻ ഫോറസ്റ്റും അതുപോലെ റിവറുകളൊക്കെ ഉണ്ട്. ഹീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ഡേയ്സ് വാണ്ടറിങ് ഇൻ ദ ഫോറസ്റ്റ് കളക്ടിങ് ബെറീസ് ആൻഡ് ഹെർബ്സ് ടു സെൽ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എന്താണ്? രമേശ് ഏതാനും ദിവസവും എങ്ങനെയാണ് ഡേയ്സൊക്കെ സ്പെൻഡ് ചെയ്യുക? ഈ കാട്ടിൽ ഇങ്ങനെ നടന്നിട്ട് അവിടെയുള്ള ബെറീസും ഹെർബ്സും ഒക്കെ കളക്ട് ചെയ്യും. ഓക്കെ, അത് വിൽക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യും. One day, while wandering deeper into the forest than he had ever been before, he stumbled upon a strange paintbrush lying on the ground. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് അവനക്കൊരു എന്ത് കിട്ടി? ഒരു പെയിൻറ്റ് ബ്രഷ് നിലത്ത് നിന്ന് കിട്ടി. As soon as he picked it up, he felt a strange sensation in his fingers. അപ്പോൾ അതെടുത്തപ്പോൾ എന്താണ്? ഒരു പ്രത്യേകതരം ഫീല് രമേശിന് അനുഭവപ്പെട്ടു. He decided to test the paintbrush and started painting a beautiful bird perched on a tree branch. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ആ പെയിൻറ്റ് ബ്രഷ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു ബേർഡിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ട് രമേശ് തുടങ്ങി. To his amazement, the bird came alive and flew away. അപ്പോൾ എന്താണ്? അപ്പോൾ ആ പിക്ചർ വരച്ചോടുകൂടി എന്താണ്? ആ ബേർഡ് ആ പിക്ചറിൽ നിന്ന് എന്താണ്? അതിന് ജീവൻ വെച്ചിട്ട് അത് പറന്നു പോയി. രമേശ് വാസ് ത്രിൽഡ് ആൻഡ് കണ്ടിന്യൂഡ് പെയിൻറ്റിങ് വിത്ത് ദ മാജിക് ബ്രഷ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ? രമേശിന് ആകെ അത്ഭുതമായിട്ട് ആ പെയിൻറ്റിങ് ബ്രഷ് ആയിട്ട് പെയിൻ്റ് അടിക്കാനായിട്ട് തുടങ്ങി. ഹി പെയിൻറ്റഡ് എ ഡെലീഷ്യസ് മാംഗോ ആൻഡ് ഇറ്റ് ഫെൽ into his hands. അപ്പോൾ എന്താണ്? നമ്മൾ വരച്ചതിനൊക്കെ ശരിക്കുള്ള ഒബ്ജക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ രമേശ് പിന്നെ എന്ത് വരച്ചു? ഒരു മാംഗോ വരച്ചു. ഓക്കെ, അപ്പോൾ ആ മാംഗോ എന്താ? രമേശിൻ്റെ കൈക്ക് വീണു. ഹി പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് ഇറ്റ് അപ്പിയർഡ് ബിഫോർ ഹിസ് ഐസ്. പിന്നെ രമേശ് എന്ത് ചെയ്തു? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വരച്ചു. അപ്പോൾ എന്താണ്? പിന്നെ രമേശിൻ്റെ മുന്നിൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ വീട് വന്നു. രമേശ് was overjoyed and realized that the paintbrush was truly magical. എന്താണ്? അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ രമേശിന് വളരെയധികം സന്തോഷമായി. എന്നിട്ട് രമേശ് മനസ്സിലാക്കി ഇതെന്താണ്? ഇതൊരു മാജിക് ബ്രഷാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഡിഡ് രമേശ് ലിവ്? എവിടെയാണ് രമേശ് താമസിക്കുന്നത്? എവിടെയാണ്? രമേശ് ലിവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് രമേശ് ഫൈൻഡ് ഇൻ ദ ഫോറസ്റ്റ്? ഫോറസ്റ്റിൽ കാട്ടിൽ രമേശ് എന്താണ് കണ്ടുപിടിച്ചത്? എന്താണ്? രമേശ് ഫൗണ്ട് എ സ്ട്രേഞ്ച് പെയിൻറ്റ് ബ്രഷ് ഇൻ ദ ഫോറസ്റ്റ്. ഒരു പെയിൻറ്റ് ബ്രഷാണ് രമേശിന് കാട്ടിൽ നിന്ന് കിട്ടിയത്. വാട്ട് ഹാപ്പൻ വെൻ രമേശ് പെയിൻറ്റഡ് വിത്ത് ദ ബ്രഷ്? അപ്പോൾ ബ്രഷുമായി പെയിൻറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? വെൻ രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ് ഹിസ് പിക്ചേഴ്സ് കെയിം അലൈവ്. വരക്കുന്ന പിക്ചേഴ്സിനൊക്കെ എന്താണ്? ജീവൻ വെച്ചു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ്?
ഈ മാജിക് ബ്രഷ് ഉപയോഗിച്ച് രമേശ് ആദ്യം വരച്ച പിക്ചർ എന്താണ്? രമേശ് പെയിൻറ് ചെയ്തത് എന്താ? ഒരു ബ്യൂട്ടിഫുൾ ബേർഡിനെ ആണല്ലേ. ദ ഫസ്റ്റ് തിങ് രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ് വാസ് എ ബ്യൂട്ടിഫുൾ ബേർഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് രമേശ് റിയലൈസ് അബൌട്ട് ദ പെയിൻറ് ബ്രഷ്? അപ്പോൾ ഈ പെയിൻറ് ബ്രഷിനെ കുറിച്ചിട്ട് എന്താണ് രമേശ് മനസ്സിലാക്കിയത്? രമേശ് റിയലൈസ് ദാറ്റ് ദ പെയിൻറ് ബ്രഷ് വാസ് ട്രൂലി മാജിക്കൽ. അതൊരു സാധാരണ ബ്രഷ് അല്ല, അതൊരു മാജിക് ബ്രഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കാം. തോട്ട്സ് ആണ്. ദ ട്രീ ഇൻവൈറ്റഡ് മാൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൺ ഇറ്റ്സ് stump. The man did so and started thinking about the tree. അപ്പോൾ എന്താണ് ആ ട്രീ എന്ത് ചെയ്തു? ആ മാനെ വിളിച്ചിട്ട് അടുത്ത് സ്റ്റമ്പിന്മേൽ ഇരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മാന് ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. ഓക്കെ, The man did so and started thinking about the tree. ട്രീനെ കുറിച്ചിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങി. ഇത് ഏത് പാഠഭാഗത്തെയാണ്? ദ ഗിവിംഗ് ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തെയാണ്. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്? അപ്പോൾ എന്തായിരിക്കും ആ മാൻ്റെ ചിന്തകൾ? നമുക്ക് നോക്കി നോക്കാം. ഐ റിമെമ്പർ ഓൾ ദ ട്രീ ഗേവ് മീ ആസ് എ ചൈൽഡ്. അപ്പോൾ എന്താണ്, ഒരു കുട്ടിയാവുമ്പോൾ എനിക്ക് തന്നതൊക്കെ ഞാൻ റിമെമ്പർ ചെയ്യുന്നുണ്ട്. ഐ പ്ലേ in its shade. അപ്പോൾ അതിൻ്റെ തണലിലാണ് ഞാൻ കളിച്ചത്. ഇറ്റ് ഗേവ് മീ ഫ്രൂട്ട്സ് ടു സെൽ. അതെനിക്ക് എന്താണ്, വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ഓഫേർഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഫോർ മൈ ഹൗസ്. എൻ്റെ ഹൗസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഹൗസിന് വേണ്ടിയിട്ട് അതെനിക്ക് അതിൻ്റെ കൊമ്പുകളും ബ്രാഞ്ചസും ഒക്കെ തന്നിട്ടുണ്ട്. നൗ ഐ ആം ഓൾഡ് ആൻഡ് ടയേർഡ്. അപ്പോൾ ഇപ്പോഴെന്താണ്, ഇപ്പോൾ ഞാൻ ഓൾഡാണ്, അതുപോലെ ടയേർഡുമാണ്. ദ ട്രീ സാക്രിഫൈഡ് സോ മച്ച് ഫോർ മീ. അപ്പോൾ എന്താണ്, ഫ്രീ അല്ല, ട്രീ ആണ്. ദ ട്രീ എനിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ ആൻഡ് ഷുഡ് ഹാവ് അപ്രിസിയേറ്റഡ് ഇറ്റ് മോർ. അപ്പോൾ എന്താണ്, അതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്, നന്ദിയുണ്ട് എനിക്ക്, അതുപോലെ ഞാൻ അതിനെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ദ ട്രീസ് കൈൻഡ്നെസ് വാസ് എൻഡ്ലെസ്. അപ്പോൾ ഈ ട്രീയുടെ കൈൻഡ്നെസ് എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു പരിധിയില്ല, അവസാനമില്ല. ഐ ഫീൽ എ ഡീപ്പ് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ്, എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി കോൺവേഴ്സേഷനാണ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ ആ ചാപ്റ്ററിൽ എന്താണ്, ആ ചാപ്റ്ററിലെ കോൺവേഴ്സേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേർണി. അതിൽ എന്ത് ചെയ്തു, ലിറ്റിൽ ബ്ലൂ എൻജിന് ഈ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചു, എന്നിട്ട് അവർ ആ ജേർണി കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എൻജിൻ. അപ്പോൾ ആ വേലാണ് ഈ ലിറ്റിൽ ട്രെയിന് ആരെ മീറ്റ് ചെയ്തത്? ഷൈനി ന്യൂ എൻജിനെ മീറ്റ് ചെയ്തത്. ഹി വാസ് സർപ്രൈസ്ഡ് to see the little train. അപ്പോൾ ഈ ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ ഇവർ സർപ്രൈസായി. വാട്ട് കുഡ് ബി ദ കൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എൻജിൻ? അങ്ങനെയാണെങ്കിൽ ഈ ലിറ്റിൽ ട്രെയിനും ഈ ഷൈനി ന്യൂ എൻജിനും തമ്മിലുള്ള കോൺവേഴ്സേഷൻ എന്തായിരിക്കും? നമുക്ക് നോക്കാം. അപ്പോൾ ഷൈനി ട്രെയിനെയാണ് നമ്മൾ ഷൈനി എന്നും ലിറ്റിലിനെയാണ് നമ്മൾ ലിറ്റിൽ എന്നും കൊടുത്തിട്ടുള്ളത്. ഹേ, ഹൗ ഡിഡ് യു ഗെറ്റ് ദർ? അപ്പോൾ എന്താണ്, ഈ ഷൈനി എൻജിൻ കണ്ടപ്പോൾ തന്നെ എന്താ ചോദിക്കുന്നത്, എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ, ഓ ഇറ്റ്സ് യു, ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സം വൺ. അപ്പോൾ എന്താണ്, നേരത്തെ ഈ ഷൈനി എൻജിൻ പറഞ്ഞപ്പോൾ സഹായിച്ചില്ല അല്ലേ? ഷൈനി എൻജിനോട് ലിറ്റിൽ ട്രെയിൻ ചോദിച്ചതാണ് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന്. പക്ഷേ ഈ ഷൈനി ന്യൂ എൻജിൻ സഹായിക്കാണ്ട് പോയതാണ്. ആ കഥ ഒക്കെ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്താ പറയുന്നത്, എനിക്ക് വേറൊരാളിൽ നിന്ന് സഹായം ലഭിച്ചു. അപ്പോൾ ഷൈനി എൻജിൻ ചോദിക്കുമ്പോൾ എന്ത്, ഹു
ഹൂ ഹെൽപ്ഡ് യു, ആരാ നിന്നെ സഹായിച്ചതെന്ന് ചോദിക്കുകയാണ്. ദെൻ ലിറ്റിൽ എൻജിൻ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ, എന്നെ സഹായിച്ചത് ലിറ്റിൽ ബ്ലൂ എൻജിൻ ആണെന്ന് പറയാണ്. വാട്ട്, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ആർ യു ജോക്കിങ്? അപ്പോൾ എന്താണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രെയിനാണ്. അപ്പോൾ ഷൈനി എൻജിൻ ചോദിക്കുകയാണ്, എന്ത് ലിറ്റിൽ ബ്ലൂ എൻജിനോ, നീ എന്താ തമാശ പറയുകയാണോ എന്ന് ചോദിക്കുകയാണ്. ദെൻ ലിറ്റിൽ എൻജിൻ, യെസ് ഷീ ഈസ്, ഷീ പുൾഡ് വിത്ത് മീ വിത്ത് ഓൾ ഹെർ മൈറ്റ്. അപ്പോൾ എന്താണ് അവൾ എന്നെ സഹായിച്ചു എന്ന് പറയാണ് ഷൈനി എൻജിൻ. ഐ കാൺ ബിലീവ് ദിസ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ദെൻ ലിറ്റിൽ എൻജിൻ, യു ഹാവ് ടു ബിലീവ്, ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഷീ ഹെൽപ്ഡ് us. അപ്പോൾ എന്താണ്, നീ വിശ്വസിച്ചേ പറ്റൂ, അവൾ എന്താണ് നല്ല കൈൻഡാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിച്ചു എന്ന് പറയാണ്. ദെൻ ഷൈനി ന്യൂ എൻജിൻ, ദാറ്റ്സ് ഗ്രേറ്റ്, എനിവേ ഐ എം ഹാപ്പി ടു സീ യു ഹിയർ. അപ്പോൾ എന്താണ്, അത് ഏതായാലും നന്നായി, നിന്നെ ഇവിടെ കണ്ടതിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽ എൻജിൻ ഓക്കെ സീ യു ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം, മേക്കിംഗ് സെൻറ്റൻസസ്. എന്താണ്, പാറു ആൻഡ് ഹെർ grandmother were there paddy fields. You have seen such paddy fields, haven't you? Draw a picture of a paddy field in your notebook. Write a few sentences about it. അപ്പോൾ എന്താണ്, ഒരു പാഡി ഫീൽഡ് വരയ്ക്കുക, മാത്രമല്ല പാഡി ഫീൽഡിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസസും കൂടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഏത് പാഠഭാഗത്തിലത്തെയാണ്? ഇത് നമ്മുടെ സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠത്തിലത്തെ ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് പാഠത്തിനെ കുറിച്ചിട്ട്, അതായത് പാഡി ഫീൽഡ്സിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. A paddy field is a flooded field of land used for growing crops, most notably rice and taro. അപ്പോൾ എന്താണ് പാഡി ഫീൽഡ് എന്ന് പറയുന്നത്? ഒരു ലാൻഡാണ്, അവിടെ ഈ ക്രോപ്സിനൊക്കെ ഗ്രോ ചെയ്യിപ്പിക്കും. മോസ്റ്റ് കോമൺ ആയിട്ട് റൈസും ടാരോ ആണ് ഉണ്ടാവുക. ഫീൽഡ് ക്യാൻ ബി ബിൽഡ് ഇൻ ടു സ്റ്റീപ്പ് ഹിൽ സ്ലൈഡ്സ് ആസ് ടെറസസ് or adjacent to depressed or steeply sloped features such as rivers or marshes. Greenery of the field make it more beautiful. അപ്പോൾ സാധാരണ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാക്കുക എവിടെയാണ്? നമ്മൾ ഹിൽ സ്ലൈഡിൽ ടെറസ് ആയിട്ട് ഇങ്ങനെ തട്ടായിട്ട് നമ്മൾ കൃഷി ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിവറിൻ്റെ സൈഡിലൊക്കെ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യും. ഗ്രീനറി ഓഫ് ദ ഫീൽഡ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. അപ്പോൾ അവിടുത്തെ ആ കാണുന്ന പച്ചപ്പാണ് ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഡാഡി ഫീൽസ് ലുക്ക് ലവ്ലി ആഫ്റ്റർ റെയിൻ. അപ്പോൾ എന്താണ്, ഈ മഴ പെയ്തതിന് ശേഷം കാണാൻ എന്താണ് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതന്നെ എഴുതണമെന്നില്ല, പാഡി ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ ഭംഗിയും ഒക്കെ മനസ്സിലാവുന്ന കുറച്ച് സെൻറ്റൻസസ് എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. അപ്പോൾ കൂട്ടുകാർക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എന്താ, നൗ ദാറ്റ് യു ആർ ഇൻ മിസോറി ആൻഡ് ഐ ആം ഇൻ അലഹാബാദ്. അപ്പോൾ ഇതിലെന്താണ്, ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഇന്നാണ്. അവിടെ എന്താ വരിക, നൗ ദാറ്റ് യു ആർ ഇൻ എന്നല്ല വരിക, യു ആർ അറ്റ് മിസോറി. എന്താണ്, യു ആർ അറ്റ് മിസോറി ആൻഡ് ഐ ആം ഇൻ അലഹാബാദ്. അലഹാബാദ് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി എന്താ, വി കാനോട്ട് ഹാവ് ദീസ് ടോക്സ് ഐ ദെർഫോർ ആം ഗോയിങ് ടു. അവിടെ എന്താണ്, ഐ ദെർഫോർ ഐ ആം എന്നല്ല വരിക, ഐ ആം ദെർഫോർ. എന്താണ്, ഐ ആം ദെർഫോർ ഗോയിങ് ടു. റൈറ്റിംഗ് എന്നല്ല, എന്താണ് വരിക, റൈറ്റ് എന്നാണ് വരിക, റൈറ്റ്. ഓക്കെ, റൈറ്റ് you from time to time short accountsൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, ACCOUNTS 2 C വരും, ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.